അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. എന്തോ സംഭവമുണ്ട്. പറങ്കിയണ്ടിയിൽ മാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എന്താ എന്റെ ഉദ്ദേശം? എന്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്. വളരെ സ്ട്രിക്റ്റ് ആണ്. അതേതായാലും നന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ആരും മദറിലെ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. അതൊന്നും അറിയില്ല. അപ്പൊ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് കൈ വീശി ഇട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കണം. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല. എല്ലാത്തിനും ഗതി കെട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? ഒരുപാട് കാര്യങ്ങളും ഞാൻ വേറെ എന്തോ കാര്യം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കൂടുതൽ പറയും. സ്വാഭാവികം. അങ്ങനെയൊന്നും അല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പൊ ഇതിന്റെ അകത്ത് പോയപ്പോ ഞാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എന്താ ഉറക്കം വരുന്നു. അവിടുത്തെ മേശ പറഞ്ഞു വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കി. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു. താൻ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കുന്നത് എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അപ്പോ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയം പിള്ളരാജോടും. അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. കള്ളൻ, വഞ്ചകൻ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.